പ്രിയമുള്ളവരെ, കഴിഞ്ഞ ദിവസം വാൾപ്പാറയിൽ ഒരു വാൻ അപകടത്തിൽപ്പെട്ടിരുന്നല്ലോ. ചില മാധ്യമങ്ങളുടെ റിപ്പോർട്ട് കണ്ടാൽ തോന്നും 13-ാം നമ്പർ വളവാണ് കുറ്റക്കാരനെന്ന്. അങ്ങനെയെങ്കിൽ അതുവഴി പോകുന്ന എല്ലാ വാഹനങ്ങളും അപകടത്തിൽപ്പെടണമായിരുന്നല്ലോ. അങ്ങനെ സംഭവിക്കുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ 13 എന്ന നമ്പർ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന ഒന്നല്ല. എണ്ണൽ സംഖ്യകളിൽ 13 ഉണ്ട്. അതുപോലെ തന്നെ എല്ലാ മാസവും 13 ആവർത്തിക്കുന്നുണ്ട്. മുൻപ് ഇവിടെ കേരളത്തിലെ ചില മന്ത്രിമാർ 13-ാം നമ്പർ വാഹനം ഉപയോഗിച്ചിരുന്നില്ല. അതേസമയം പിന്നീട് മറ്റ് പല മന്ത്രിമാരും അതേ 13-ാം നമ്പർ വാഹനങ്ങൾ ഉപയോഗിച്ചിട്ട് നാളിതുവരെ യാതൊരു അപകടങ്ങളും സംഭവിച്ചിട്ടുമില്ല. അപ്പോൾ 13-ാം നമ്പർ വളവ് അല്ല അവിടുത്തെ കുഴപ്പക്കാരൻ. ശബരിമല സീസണാകുമ്പോൾ ഒട്ടനവധി വാഹനങ്ങൾ അവിടെ അപകടത്തിൽപ്പെടാറുണ്ട്. അവയൊക്കെ തിരിച്ച് ഇറങ്ങി വരുന്ന വഴിയാണ് അപകടത്തിൽപ്പെടുന്നത്. അത് കൂടുതലും അന്യ സംസ്ഥാന വാഹനങ്ങളാണ് അപകടത്തിൽപ്പെടുന്നതായിട്ടാണ് നാം കണ്ടിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ അപകടങ്ങൾ സംഭവിക്കുന്നത്? ഈ സാധാരണ റോഡിൽ വാഹനമോടിച്ച് ശീലിച്ച ഡ്രൈവർമാർ ഈ വളവുകളും തിരിവുകളും കയറ്റവും ഇറക്കവുമുള്ള റോഡുകളിൽ വാഹനം ഓടിക്കാൻ അറിയാൻ പാടില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ അപകടങ്ങൾ സംഭവിക്കുന്നത്. സാധാരണ റോഡുകളിൽ നാം വാഹനം ഓടിച്ചു പോകുമ്പോൾ അവിടെയുള്ള ചെറിയ ഇറക്കങ്ങളിൽ വേഗത കുറയ്ക്കാനായി നാം ബ്രേക്ക് ചെയ്താണ് സ്പീഡ് കുറയ്ക്കുന്നത്. അങ്ങനെ ഓടിച്ച് ശീലമുള്ള ഒരാൾ ഹൈറേഞ്ചിൽ വാഹനം ഓടിക്കുമ്പോൾ ഇതേ ശൈലി തന്നെ അവലംബിക്കും. ഈ വാഹനങ്ങളിൽ ബ്രേക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ബലം, ഫോഴ്സ്, ഫ്രിക്ഷൻ ആണല്ലോ. അതായത് ഘർഷണം എന്ന് നമ്മൾ പറയും. നിരന്തരം ബ്രേക്ക് ഉപയോഗിക്കുക വഴി ആ ബ്രേക്കിംഗ് സംവിധാനം ചൂടാവുകയും അതിൻ്റെ ഫ്രിക്ഷൻ കുറയുകയും ചെയ്യും. അത് ബോധ്യപ്പെടാൻ വേണ്ടി നമുക്കൊരു കാര്യം ചെയ്തു നോക്കാം. നമ്മൾ ഈ രണ്ട് കൈയും ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് പതുക്കെ ഇങ്ങനെ ഉരസി അല്പം കൂടി സ്പീഡ് കൂട്ടി നന്നായി ഉരസുക. ഇങ്ങനെ കുറച്ചു നേരം ഉരസുമ്പോൾ നമുക്ക് ഈ കയ്യിൽ നല്ല ചൂട് അനുഭവപ്പെടും. അത് മാത്രമല്ല, ഇങ്ങനെ ഉരസിക്കൊണ്ടിരിക്കുമ്പോൾ സ്പീഡ് കൂടുന്നതനുസരിച്ച് ഈ കയ്യിലുണ്ടാകുന്ന ഫ്രിക്ഷൻ കുറയുന്നതായിട്ട്, നല്ല സ്മൂത്തായി കൈ നീങ്ങുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും. ഇതുതന്നെയാണ് ബ്രേക്കിങ്ങിനും സംഭവിക്കുന്നത്. മറ്റൊരു കാര്യം നാം മനസ്സിലാക്കേണ്ടത്, ഈ നിരപ്പായ റോഡുകളിൽ വാഹനം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ബ്രേക്ക് ചെയ്താൽ നിൽക്കുന്നത് പോലെ അല്ല ഇറങ്ങി വരുന്ന വാഹനം നിൽക്കുന്നത്. അതിന് കൂടുതൽ ഫോഴ്സ് ഉപയോഗിക്കേണ്ടി വരും. കാരണം എൻജിൻ വാഹനത്തെ മുന്നോട്ട് വലിച്ചുകൊണ്ട് പോകുമ്പോൾ തന്നെ ഭൂമി അതിനെ താഴോട്ട് വലിക്കുന്നുണ്ട്. നമുക്കറിയാം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്താണ്. അതായത് നിരപ്പായ റോഡിൽ കൂടി വാഹനം ഓടുമ്പോഴുണ്ടാകുന്ന മൊമെൻ്റത്തേക്കാൾ വളരെ കൂടുതലായിരിക്കും ഇറങ്ങുന്ന വാഹനത്തിൻ്റെ മൊമെൻ്റം. അതുകൊണ്ടാണ് ഈ ഇറങ്ങുമ്പോൾ വാഹനത്തിൻ്റെ മൊമെൻ്റം കുറയ്ക്കാനായി വാഹനത്തിൻ്റെ വേഗത കുറയ്ക്കണമെന്ന് പറയുന്നത്. അതിനുള്ളിലെ ഭാരം നമുക്ക് കുറയ്ക്കാൻ കഴിയില്ലല്ലോ. മൊമെൻ്റം എന്താണെന്ന് നമുക്കറിയാം. മാസ് ഇൻറ്റു വെലോസിറ്റി. അതിൻ്റെ പ്രവേഗത്തെ അതിൻ്റെ ഭാരം കൊണ്ട് ഗുണിച്ച് കിട്ടുന്ന ഫലമാണ് മൊമെൻ്റം, അതായത് ആക്കം എന്ന് പറയുന്നത്. അപ്പോൾ വേഗത കുറയ്ക്കാനായി ബ്രേക്ക് ചെയ്താണ് നമ്മൾ ഇറങ്ങുന്നതെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ആ ബ്രേക്കിംഗ് സംവിധാനം ചൂടാവുകയും ഫ്രിക്ഷൻ കുറയുകയും അതിന് നമുക്ക് ആവശ്യത്തിന് ബ്രേക്ക് ലഭിക്കാതെ വരികയും ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞു, മൊമെൻ്റം കൂടുതലായതുകൊണ്ട് തന്നെ കൂടുതൽ ഫോഴ്സ് നമുക്ക് വേണ്ടി വരും. അത് നമുക്ക് ലഭിക്കാതെ വരും. അപ്പോൾ വേഗത കുറയ്ക്കാനായി ഗിയർ ഡൗൺ ചെയ്ത് വരിക തന്നെയാണ് ഉചിതമായ മാർഗം. ലളിതമായി പറഞ്ഞാൽ നമ്മൾ കയറ്റം കയറാൻ ഉപയോഗിച്ച അതേ ഗിയറിൽ തന്നെ ഇറങ്ങുന്നതാണ് നല്ലത്. മറ്റൊരു കാര്യം അറിയാൻ കഴിഞ്ഞത്, ഈ അപകടം നടന്ന സ്ഥലത്ത് നല്ല വീതിയുണ്ട് അവിടുത്തെ റോഡിന് എന്നാണ്. അതുകൊണ്ട് തന്നെ വാഹനത്തിൻ്റെ വേഗത കൂട്ടാനുള്ള സാധ്യതയും അവിടെ കൂടുതലാണ്. ഈ ഹൈറേഞ്ചുകളിൽ ഇത്തരം സൈൻ ബോർഡുകൾ ധാരാളം നമുക്ക് കാണാൻ കഴിയും.
ഇത് നമുക്കറിയാം, ഓവർടേക്കിംഗ് പാടില്ല എന്നാണ്. അത് വളവുകളിലായിരിക്കും അത് ഏറ്റവും കൂടുതൽ ഇത്തരം ബോർഡുകൾ ഉണ്ടാകുക. എന്നാൽ നമ്മുടെ ഡ്രൈവർമാരിൽ ഭൂരിഭാഗം പേരും ഇത്തരം ബോർഡുകളെ പരിഗണിക്കാറേയില്ല എന്നുള്ളതാണ് കഷ്ടം. തരം കിട്ടിയാലും ഇല്ലെങ്കിലും അവർ ഓവർടേക്ക് ചെയ്യുക തന്നെ ചെയ്യും. എന്തുകൊണ്ടാണ് വളവുകളിൽ ഓവർടേക്ക് ചെയ്യരുത് എന്ന് പറയുന്നത്? ഈ ഓവർടേക്ക് ചെയ്യേണ്ടി വരികയാണെങ്കിൽ നമുക്ക് വണ്ടിയുടെ വേഗത വർദ്ധിപ്പിക്കേണ്ടി വരും. അവിടെ വേഗത കുറയ്ക്കണം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വളവുകളിൽ. എന്തുകൊണ്ടാണ് വളവുകളിൽ വേഗത കുറയ്ക്കണമെന്ന് പറയുന്നത്? ഒരു വാഹനം ഒരു വളവിൽ തിരിയുമ്പോൾ ആ വാഹനത്തിൽ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് അനുഭവപ്പെടും. അപകേന്ദ്ര ബലം എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. അതായത് ഒരു ബിന്ദുവിന് ചുറ്റും ഒരു വസ്തു തിരിഞ്ഞാൽ ആ ബിന്ദുവിൽ നിന്ന് പുറത്തേക്ക് പ്രയോഗിക്കുന്ന ബലമാണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. നമ്മൾ ധാരാളം പരീക്ഷണങ്ങൾ അത്തരത്തിൽ ചെയ്ത് കുട്ടികളെ ബോധ്യപ്പെടുത്താറുണ്ട് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്താണെന്ന്. നമുക്ക് അത്തരം ചില പരീക്ഷണങ്ങൾ നോക്കാം. ഈ പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിക്കുന്നു. ഞാൻ നിറയെ വെള്ളം എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിന് ചുറ്റും ഒന്ന് കറക്കിയാലോ? ഇങ്ങനെ കറക്കിയാൽ ഒരു കാരണവശാലും ഈ വെള്ളം മുകളിൽ ചെന്നിട്ട് വെള്ളം താഴേക്ക് വീണു പോകുന്നില്ല. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ? അതായത് ഈ പാത്രവും വെള്ളവും പുറത്തേക്കാണ് ബലം പ്രയോഗിക്കുന്നത്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനേക്കാൾ കൂടുതലാണ് ആ പ്രയോഗിക്കുന്ന ബലം. അതാണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്, അപകേന്ദ്ര ബലം എന്ന് പറയുന്നത്. അത് നമ്മൾ വാഹനങ്ങളിൽ എങ്ങനെയാണ് പ്രയോഗിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇപ്പം ഞാൻ ഈ ടോയ് കാറിന് മുകളിൽ ഒരു ചെറിയ പാവക്കുട്ടി വെച്ചിട്ടുണ്ട്. ഞാൻ ഈ വണ്ടിയെ മുന്നോട്ട് ഓടിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് നോക്കാം. അങ്ങനെ ഓടിക്കുമ്പോൾ നമ്മുടെ ഈ പാവക്കുട്ടി പിറകോട്ട് മറിഞ്ഞു വീണു. അത് അങ്ങനെ പിറകോട്ട് മറിഞ്ഞു വിടാൻ കാരണം ഇനർഷ്യയാണ്. നമുക്ക് പഠിച്ചിട്ടുണ്ട് ഇനർഷ്യ, ജഡത്വം എന്ന് പറഞ്ഞത്. ഇവിടെ നിശ്ചല ജഡത്വമാണ് അനുഭവപ്പെട്ടത്. ഇനി മറ്റൊരു അനുഭവം നമുക്കുണ്ടാകാറുണ്ട്. നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടി പെട്ടെന്ന് നിർത്തിയാലും നമ്മൾ മുന്നോട്ടാണ് മറിഞ്ഞു വീഴുന്നത്. ഇതിനെ ചലന ജഡത്വം എന്ന് പറയുന്നു. റൈറ്റ്. ഇനി ഇവിടെ ശ്രദ്ധിക്കുക. ഞാൻ ഈ വണ്ടിയെ ഒരു വലത്തേക്ക് തിരിക്കാൻ പോവുകയാണ്. വലത്തേക്ക് തിരിച്ചു പോകുമ്പോൾ എന്തായിരിക്കും സംഭവിക്കാൻ നോക്കുക. ഇപ്പം നോക്കൂ, മുന്നോട്ടുമല്ല പിറകോട്ടുമല്ല മറിഞ്ഞു വീണത്, അത് വശത്തേക്ക് മറിയുകയാണ് ഉണ്ടായത്. ഇവിടെ ഈ പാവക്കുട്ടി മുന്നോട്ടോ പിറകോട്ടോ അല്ല മറിഞ്ഞു വീഴുന്നത്, വശത്തേക്കാണ് മറിഞ്ഞത്. എന്തുകൊണ്ടാണ് വശത്തേക്ക് മറിഞ്ഞത് എന്ന് വെച്ചാൽ വലത്തോട്ട് തിരിയുമ്പോൾ നേരെ അതിന് എതിർഭാഗത്തേക്കാണ് ഈ ബലം പ്രയോഗിക്കപ്പെടുന്നത്. നമുക്കറിയാം, വളവുകളിൽ അല്പം ചരിച്ചാണ് റോഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. ബാങ്കിങ് ഓഫ് റോഡ് എന്നാണ് നമ്മൾ അതിന് പറയുക. ഞാൻ കാണിക്കാം. ഇതുപോലെ റോഡിന് ചരിവുണ്ടായിരിക്കും. എന്തിനാണ് അങ്ങനെ ചരിവുണ്ടായിരുന്നത്? ഈ വാഹനം വന്ന് ഇങ്ങനെ വളയുമ്പോൾ പുറത്തേക്ക് പ്രയോഗിക്കുന്ന സെൻട്രിഫ്യൂഗൽ ഫോഴ്സിന് എതിരെ ഒരു ബലം പ്രയോഗിക്കാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിൽ കൊടുത്തിരിക്കുന്നത്. പക്ഷേ എല്ലായിടത്തും നമുക്ക് അത്തരത്തിൽ ഈ ബാങ്കിങ് കൊടുക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. മറ്റൊരു കാര്യം കൂടിയുള്ളത്, നമ്മൾ വാഹനങ്ങൾ വന്നിങ്ങനെ വേഗതയിൽ തിരിയുമ്പോൾ വാഹനം നമുക്ക് പലപ്പോഴും അനുഭവം ഉണ്ടാകും, വേഗത കൂടിയാൽ വാഹനം തിരിക്കുക പ്രയാസമാകുമെന്ന്. ഹെയർപിൻ വളവുകൾ എന്ന് പറഞ്ഞാൽ വളരെ വലിയ വളവുകളാണ്. അപ്പോൾ വേഗതയിൽ ഇറങ്ങി വന്നാൽ അവയെ തിരിക്കാൻ കഴിയില്ല. ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ചാൽ നിൽക്കത്തുമില്ല. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം, ബ്രേക്കിംഗ് സംവിധാനം മുഴുവൻ ചൂടായി, ഫ്രിക്ഷൻ കുറവാണ്, കൂടുതൽ ഫോഴ്സ് വേണം ഈ വാഹനം നിൽക്കണമെങ്കിലും. അപ്പോൾ ഈ വളവുകളിലെ കൊക്കയിലേക്ക് വാഹനം മറിയുകയല്ലാതെ മാർഗമില്ല. ഇപ്പോൾ കണ്ടോ, വണ്ടി തന്നെ അങ്ങോട്ട് നീങ്ങിപ്പോയി. നമ്മൾ വണ്ടി വളവിൽ തിരിഞ്ഞു പോവുകയല്ല, ആ വാഹനം നിരങ്ങി മാറുക ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ ഈ എഡ്ജിലായിരുന്നുവെങ്കിൽ അത് മറിഞ്ഞ് താഴെ പോവുക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ ഹൈ റേഞ്ചുകളിൽ വാഹനം ഓടിക്കുന്ന ആളുകൾക്ക് ഏറ്റവും നല്ല പരിശീലനം, പ്രത്യേക പരിശീലനം ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ വാഹനം ഓടിക്കാൻ പാടുള്ളൂ. ഈ ഓവർടേക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മറ്റു ചില പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഈ വാഹനം ഇവിടെ നിന്ന് ഇങ്ങനെ ഓവർടേക്ക് ചെയ്തെന്നിരിക്കട്ടെ,
ഈ ഇങ്ങനെ ഓവർടേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് മുന്നോട്ട് കയറി വീണ്ടും ഇടത്തോട്ട് തിരിയണമെങ്കിൽ ഇങ്ങനെ തിരിയുമ്പോൾ ഇവിടെ നെഗറ്റീവ് ബാങ്കിങ് ആവുകയും ഇത് ഇങ്ങോട്ട് മറിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ തിരിച്ച് ഇങ്ങോട്ട് വന്നാലും അത് തന്നെയാണ് സംഭവിക്കുക. ഇങ്ങനെ ഓവർടേക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഈ റോഡിന് ദൂരം കുറവും ഈ ഭാഗത്ത് ദൂരം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഓവർടേക്ക് ചെയ്യണമെങ്കിൽ തന്നെ കൂടുതൽ വേഗത ഇത് കൈവരിച്ചെങ്കിൽ മാത്രമേ ഇതിനെ ഓവർടേക്ക് ചെയ്യാൻ പറ്റൂ. അങ്ങനെ ഓവർടേക്ക് ചെയ്ത് വന്നിട്ട് വീണ്ടും ലെഫ്റ്റ് സൈഡിലേക്ക് വണ്ടി തിരിയുമ്പോൾ വീണ്ടും അവിടെ അപകട സാധ്യത കൂടുകയാണ് ചെയ്യുന്നത്. ഇതൊന്നും മനസ്സിലാക്കാതെയാണ് നമ്മുടെ സുഹൃത്തുക്കൾ ഈ വളവുകളിൽ യഥേഷ്ടം ഓവർടേക്ക് ചെയ്യുകയും വേഗത വർദ്ധിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഇതാണ് ഇവിടെ ഈ ഹൈ റേഞ്ചുകളിൽ അപകടം നടക്കാനുള്ള പ്രധാന കാരണങ്ങൾ.